ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ചും യൂസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്കൊരു യാൺ വേണം, ഹുക്ക് വേണം. അപ്പോൾ സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ചും ഇതിനു മുൻപുള്ള വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്നവർ അത് എന്താണേലും ആ വീഡിയോസ് എന്താണേലും പോയി കാണുക. സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ചും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അതിൽ നോക്കി പഠിക്കാം. അപ്പം ഫസ്റ്റ് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 5 സ്റ്റിച്ചസ്, അതായത് 5 ചെയിൻ സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നമ്മൾ കൗണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് തെറ്റത്തില്ല. അപ്പം ഇങ്ങനെയാണ് കൗണ്ട് ചെയ്യേണ്ടത്. 1 2 3 4 5. അപ്പോൾ 5 ചെയിൻ സ്റ്റിച്ച് വരച്ചു. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു റിങ് കിട്ടും. അതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്റർ പാർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 to 6 പെറ്റൽസ് വേണം. പെറ്റൽസ് ചെയ്യാൻ ഫസ്റ്റ് നമ്മളൊരു 6 ചെയിൻസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ റിങ് ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിലോട്ട് നമ്മുടെ യാൺ എടുത്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇതാണ് നമ്മുടെ സെൻറ്റർ എന്ന് പറയുന്നത്. അതിലൂടെ ഹുക്ക് കടത്തിയിട്ട് ആ യാണിനെ പുള്ള് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പെറ്റൽ ഷേപ്പിൽ കിട്ടും. വീണ്ടും നമ്മൾ അടുത്ത പെറ്റലിന് വേണ്ടിയിട്ട് ഒരു 6 ചെയിൻസ് ചെയ്യുക. 1 2 3 4 5 6. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് സെൻറ്ററിലൂടെ ഹുക്ക് കടത്തിയിട്ട് ആ യാണിനെ പുള്ള് ചെയ്തൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പെറ്റലും ഇവിടെ റെഡിയാണ്. ഇതുപോലെ ഒരു 5 to 6 പെറ്റൽ, സെയിം പാറ്റേൺ 5 to 6 പെറ്റൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഫ്ലവർ ഷേപ്പ് കിട്ടും. ഇത് സിമ്പിളാണ് കേട്ടോ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചും ചെയിൻ സ്റ്റിച്ചും മാത്രം യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ഒന്ന് ഹുക്കൊന്ന് ഫാസ്റ്റൻ ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ മറ്റേ ഹുക്ക് ഒന്ന് കെട്ടിടുക എന്ന് പറയുമല്ലോ, അപ്പോൾ അതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഫ്ലവർ ഷേപ്പ് കിട്ടി. ഇനി ഇത് നമ്മുടെ ഫസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നതിന് മുമ്പുള്ള ആ യാണാണ്. ഇതും നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ, അതായത് ഇതുപോലെ അതിനെ അങ്ങ് കയറ്റി വെച്ച് ഹൈഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒന്നിങ്ങനെ കയറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് മറ്റൊരു എൻഡ് ഉണ്ടല്ലോ, ആ എൻഡും ഈ എൻഡും കൂടി ഒന്ന് കെട്ടിയിട്ട് ബാക്കി വരുന്ന ഭാഗം നമുക്ക് സിസർ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അപ്പം അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ ഫ്ലവർ റെഡിയാണ്. ഇത് സിമ്പിൾ ഫ്ലവർ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെയും ചെയിൻ സ്റ്റിച്ചിൻ്റെയും വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഇത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.